ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന്റെ ആരോപണങ്ങൾ തള്ളി എം.വി. ജയരാജൻ. സിപിഎം കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല. പാർട്ടിയുടെ ഒരു നേതാവും കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നില്ല. കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന പ്രചാരവേല ശരിയല്ലെന്നും മാധ്യമ മേഖലയിൽ പ്രചാരണം നടത്താൻ ഒരു കൊട്ടേഷൻ സംഘത്തെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. CPIM കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല. പാർട്ടിക്കെതിരായി കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് ഇവർ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രചാരവേല ഒട്ടും അഭികാമ്യമായ ഒന്നല്ല. എന്നു മാത്രമല്ല, കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും CPIM-ൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാധ്യമ മേഖലയിൽ CPIM-ന്റെ ശരിയായ പ്രചരണം നടത്താൻ ഒരു കൊട്ടേഷൻ സംഘത്തെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് പരസ്യമായി ഞങ്ങൾ പറഞ്ഞത്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, കണ്ണൂരിലെ CPM-നെ വിടാതെ പിന്തുടരുകയാണല്ലോ ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം. ഇവരുമായി പാർട്ടി നേതാക്കളുടെ അവിശുദ്ധ ബന്ധത്തിനെതിരെ പരാതി ഉന്നയിച്ച മനു തോമസിനെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുക വഴി CPM നൽകുന്ന സന്ദേശം എന്താണ്? ആര്യ, ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള പാർട്ടി ബന്ധം ചർച്ചയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം മനു തോമസ് കഴിഞ്ഞ ദിവസം മനു തോമസിനെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുള്ള ഒരു ഒഴിവാക്കൽ. അതായത് മനു തോമസ് 2013 ഏപ്രിൽ മാസം 13-ാം തീയതി മുതൽ തന്നെ പാർട്ടിയുടെ യോഗങ്ങളിലോ അതുപോലെ തന്നെ പരിപാടികളിലോ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും സഹകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതുക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മനു തോമസിനെതിരെ ഒരു സ്വാഭാവിക നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി അതുമായി നൽകുന്ന വിശദീകരണം. മനു തോമസിനെതിരെയുള്ള ഒഴിവാക്കൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കേസ് ചർച്ചയാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് എത്തുന്നത്. എന്തായാലും അർജുന എങ്കിൽ, ആകാശ് തില്ലങ്കേരി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിലെ നേതാക്കൾക്ക് ഇപ്പോഴും ബന്ധം തുടരുന്നു എന്നുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി മനു തോമസ് ഈ നടപടിക്ക് പിന്നാലെ ഉയർത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നു. സംസ്ഥാന സെക്രട്ടറിക്കുൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ അതിനകത്തൊന്നും തന്നെ കാര്യമായ തോതിലുള്ള ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പാർട്ടി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. എന്നാൽ അന്വേഷണ കമ്മീഷൻ ഒരു പ്രഹസനമായിരുന്നു അത് എന്നുള്ളതാണ് മനു തോമസ് പ്രധാനമായും ഉയർത്തുന്ന ആരോപണമെന്ന് പറയുന്നത്. എന്നാൽ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ മനു തോമസിൻ്റെ ഈ ആരോപണങ്ങളെ തള്ളുകയാണ്. പാർട്ടിയിലെ ഒരു നേതാവിനും ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളുമായോ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായോ ബന്ധമില്ല. മനു തോമസ് നൽകിയിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്തി അതിൽ കഴമ്പില്ല എന്നുള്ള ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ പരാതി തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നുള്ള പ്രതികരണമാണ് എം.വി. ജയരാജൻ നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ, സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ പരാതിപ്പെട്ടിട്ടുള്ള ഒരു നേതാവിനെതിരെ നടപടിയെടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ മാറ്റി നിർത്തുന്നു, അത് സ്വയം മാറിയതാണ് അല്ലെങ്കിൽ പാർട്ടി വിടുന്നതാണ് എന്നുള്ള രീതിയിലുള്ള വിശദീകരണം ഉണ്ടാവുമെങ്കിൽ കൂടിയും ഇത്തരത്തിൽ അത് സമൂഹത്തിന് നൽകുന്ന, പാർട്ടി അണികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായ രീതിയിൽ കണ്ണൂരിലെ CPM-നെ വിടാതെ പിന്തുടരുകയാണ് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സംഘടനാ കരുത്തുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനാ കരുത്തുള്ള ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ ജില്ല, LDF കൺവീനറുടെ ജില്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ജില്ല തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും വന്നിട്ടുള്ള ആരോപണങ്ങളെ തള്ളുകയായിരുന്നു എം.വി. ജയരാജനും CPM-ഉം. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.